മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ഗില്ലിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടന മികവിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ അനായാസ വിജയം. മഴ മൂലം 25 ഓവർ മാത്രമായിരുന്ന മത്സരത്തിൽ അഫ്ഗാൻ നേടിയ 194 എന്ന വമ്പൻ സ്കോർ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 22.5 ഓവറിൽ ഇന്ത്യ മറികടക്കിയായിരുന്നു. 84 റൺസുമായി പുറത്താകാതെ ഇന്ത്യയെ വിജയതീരമണിയിച്ച ക്യാപ്റ്റൻ ഗിൽ തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ വിജയത്തോടെ ക്രിക്കറ്റിൽ ഒരു ഫോർമാറ്റിലും അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡ് ഇന്ത്യ നിലനിർത്തി. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ എതിരാളികളെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പേസർ ഗുർനൂർ ബ്രാറും സ്പിന്നർ ഹർഷ് ദുബെയും ഇന്ത്യൻ ക്യാപ്പ് ആദ്യമായി അണിഞ്ഞ മത്സരം കൂടിയായിരുന്നിത്. രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ഇബ്രാഹിം സദ്രാനെ ഗില്ലിൻ്റെ കയ്യിലെത്തിച്ച് ഗുർനൂർ ഏകദിനത്തിലെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. അടുത്ത ഓവറിൽ സെദ്ദിഖിയെ മടക്കി അഷ്ദീപ് രണ്ടാം അഫ്ഗാൻ വിക്കറ്റും വീഴ്ത്തി. ഓവറിന് ശേഷം റഹ്മത്ത് ഷായെയും തിരിച്ചയച്ച അഷ്ദീപ് 26-3 എന്ന നിലയിലേക്ക് അഫ്ഗാനിസ്ഥാനെ എത്തിച്ചു. എന്നാൽ ഇന്ത്യൻ കണക്കൂട്ടലുകളെ മുഴുവനും തെറ്റിക്കുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഗുർബാസ് പുറത്തെടുത്തത്. വെറും 25 പന്തിൽ നിന്നും 50 നേടിയ ഗുർബാസ് ഉജ്ജ്വല ഫോമിലായിരുന്നു ബാറ്റ് വീശിയത്. പിന്നീടും തകർത്തടിച്ച ഗുർബാസ് 48 പന്തിൽ നിന്നും തൻ്റെ 9ാം ഏകദിന സെഞ്ചുറി നേടി. അഫ്ഗാന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുമായും ഇത് മാറി. എന്നാൽ 16ാം ഓവറിൽ ഗുർബാസിനെ നിതീഷ് റെഡ്ഡി പുറത്താക്കി ഇന്ത്യക്ക് ആശ്വാസമേകി. 51 പന്തിൽ 8 4ഉം 8 6ഉം ഉൾപ്പെടെ 102 റൺസായിരുന്നു ഗുർബാസിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത്. 15 ഓവറിൽ 140-ലെത്തിയ അഫ്ഗാനെ ഗുർബാസിൻ്റെ വിക്കറ്റ് വീണ ശേഷം ഇന്ത്യൻ ബൗളേഴ്സ് നിയന്ത്രിച്ചു നിർത്തി. മറ്റ് ബാറ്റർമാർക്കൊന്നും കാര്യമായി ശോഭിക്കാനാകാതെ വന്നതോടെ അവസാന ഓവറിൽ 194 റൺസിന് അഫ്ഗാൻ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4.5 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റ് എടുത്ത് ഗുർനൂർ ബ്രാർ ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റം ഗംഭീരമാക്കി. 5 ഓവറിൽ 47 റൺസിന് 3 വിക്കറ്റ് നേടിയ ഹർഷ് ദുബെയും അരങ്ങേറ്റത്തിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഓപ്പണേഴ്സ് ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത്. 3ാം ഓവറിൽ ഒമർ സായെ സിക്സർ പറത്തി രോഹിത് ശർമ്മ ഓപ്പണർ എന്ന നിലയിൽ 16,000 ഇൻ്റർനാഷണൽ റൺസ് തികച്ചു. എന്നാൽ 5ാം ഓവറിൽ 16 റൺസുമായി രോഹിത് റണ്ണൌട്ടായത് ആരാധകരെ നിരാശരാക്കി. പിന്നീട് ഗിൽ ഇഷാൻ കിഷൻ സഖ്യം തകർത്തടിച്ച് സ്കോർ 100 കടത്തി മുന്നേറി. പതിവിന് വിരുദ്ധമായി കൂടുതൽ ആക്രമണകാരിയായ ഗിൽ 37 പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. ഇതിനിടയിൽ ഏകദിനത്തിൽ അതിവേഗം 3000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരമായും ഗിൽ മാറി. 57 ഇന്നിംഗ്സിൽ നിന്ന് 3000 കടന്ന സൗത്ത് ആഫ്രിക്കൻ താരം ഹാഷിം ആംലയാണ് ഒന്നാമത്. ഗിൽ 62 ഇന്നിംഗ്സിൽ നിന്നാണ് ഈ നേട്ടത്തിലെത്തിയത്. 13ാം ഓവറിൽ 34 റൺസ് എടുത്ത കിഷനെ ബൗൾഡ് ചെയ്ത് റാഷിദ് ഖാൻ അഫ്ഗാന് ചെറിയ പ്രതീക്ഷ നൽകിയിരുന്നു. തുടർന്നെത്തിയ ശ്രേയസ് അയ്യർ അധികം ശോഭിക്കാനാവാതെ 12 റൺസ് മാത്രമെടുത്ത് മടങ്ങി. നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ സിക്സർ പുറത്തി KL രാഹുൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തോടെ ഇന്ത്യ അതിവേഗം ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. ഒടുവിൽ 23ാം ഓവറിൽ ഒമർ സായെ ബൗണ്ടറി നേടി രാഹുൽ ഇന്ത്യക്ക് 7 വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ് സമ്മാനിച്ചത്. മത്സരം അവസാനിക്കുമ്പോൾ 66 പന്തിൽ 11 4ഉം 2 6ഉം ഉൾപ്പെടെ 84 റൺസുമായി ക്യാപ്റ്റൻ ഗില്ലും 19 പന്തിൽ 4 4ഉം 3 6ഉമായി 39 റൺസോടെ KL രാഹുലും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരം ജൂൺ 17 ബുധനാഴ്ച ലക്നൌവിൽ വെച്ച് നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.